സംസ്ഥാനത്ത് IAS-ന് പിന്നാലെ IPS തലപ്പത്തും അടിമുടി മാറ്റമുണ്ടായിരിക്കുകയാണ്. പി വിജയനെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി നിയമിച്ചു. ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന H വെങ്കടേഷിനെ ക്രൈംബ്രാഞ്ച് മേധാവിയാക്കി മാറ്റി. പോലീസ് ആസ്ഥാന ADGP ആയിരുന്ന S ശ്രീജിത്തിനാണ് പുതിയ ജയിൽ മേധാവി. ജയിൽ ADGP ആയിരുന്ന ബൽറാം കുമാർ ഉപാധ്യായാണ് ഇനി ബറ്റാലിയൻ ADGP. ഒപ്പം പുതിയ ഇന്റലിജൻസ് മേധാവിയായി ദിനേന്ദ്ര കശ്യപിനെയും എറണാകുളം റേഞ്ച് DIG ആയി യതീഷ് ചന്ദ്രയെയും നിയമിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, സർക്കാരിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥരുടെ മാറ്റമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. IAS തലപ്പത്ത് ഒരു അഴിച്ചുപണി ഉണ്ടായിരുന്നു. ഇപ്പോൾ IPS-ലേക്ക് വരികയാണെങ്കിൽ ഒരു സമഗ്രമായ മാറ്റമെന്ന് തന്നെ പറയാം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? തീർച്ചയായും നമ്മൾ ഈ സമഗ്രമായ ഒരു മാറ്റത്തിനാണ് സർക്കാർ തയ്യാറെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നിയമനങ്ങൾ നേരത്തെ തന്നെ നമുക്കറിയാം IAS IPS തലപ്പെട്ട വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. LDF സർക്കാർ അധികാരത്തിൽ ഇരുന്ന സമയത്ത് നിന്ന് മാറി 10 വർഷത്തിന് ശേഷം UDF സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ തങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ തങ്ങൾക്ക് ഭരണത്തിന് അനുയോജ്യരായ ആളുകളെ IAS പോലീസ് തലപ്പത്തേക്ക് എത്തിക്കുക എന്നത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ IAS-ന് പിന്നാലെ IPS തലപ്പത്തും വൻ അഴിച്ചുപണിയാണ് നടത്തിയിട്ടുള്ളത്. പി വിജയനെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി പുതിയതായി നിയമിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന H വെങ്കടേഷിനെ ക്രൈംബ്രാഞ്ച് മേധാവിയാക്കി മാറ്റിയിട്ടുണ്ട്. ഒപ്പം പോലീസ് ആസ്ഥാനത്ത് ADGP ആയിരുന്ന S ശ്രീജിത്താണ് പുതിയ ജയിൽ മേധാവിയായി ഇനി മുതൽ ഉണ്ടാവുക. ജയിൽ ADGP ആയിരുന്ന ബൽറാം കുമാർ ഉപാധ്യായ ബറ്റാലിയൻ ADGP ആകും. ഇന്റലിജൻസ് മേധാവിയായിട്ട് ദിനേന്ദ്ര കശ്യപിനെയാണ് ഇപ്പോൾ പുതിയതായി നിയമിച്ചിരിക്കുന്നത്. യതീഷ് ചന്ദ്ര എറണാകുളം റേഞ്ച് DIG ആയും നിയമിച്ചിട്ടുണ്ട്. DIG തലപ്പത്തും വലിയ മാറ്റങ്ങളാണ് ഉള്ളത്. ഹസീന അട്ടല്ലൂരി ട്രാഫിക് റോഡ് സേഫ്റ്റി IG ആയിരുന്ന അവർ പോലീസ് ആസ്ഥാനത്തെ IG ആയി ഇപ്പോൾ മാറുകയാണ്. ഒപ്പം S ശ്യാംസുന്ദർ ഇന്റലിജൻസ് IG ആയിരുന്ന അദ്ദേഹം ക്രൈംബ്രാഞ്ച് IG ആയി സ്ഥലം മാറുകയാണ്. ഒപ്പം R നിശാന്തിനെയാണ് ഇനി അടുത്ത പോലീസ് ആസ്ഥാനത്തെ IG ആയി ആയിരുന്ന സ്ഥാനത്ത് നിന്നും ഇവരെ ഇന്റലിജൻസ് IG ആയിട്ടാണ് പുതിയതായി നിയമിച്ചിട്ടുള്ളത്. അരുൾ RB കൃഷ്ണ എറണാകുളം റേഞ്ച് DIG ആയിരുന്നു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ടാണ് പുതിയ നിയമനം. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന K കാർത്തിക് തൃശൂർ റേഞ്ച് DIG ആയി സ്ഥലം മാറുന്നു. ഒപ്പം തന്നെ GS യതീഷ് ചന്ദ്ര കണ്ണൂർ റേഞ്ച് DIG ആയിരുന്നു. ആ സ്ഥാനത്ത് നിന്നും എറണാകുളം റേഞ്ച് DIG ആയാണ് പുതിയ നിയമനമുള്ളത്. T നാരായണൻ തൃശൂർ റേഞ്ച് DIG ആയിരുന്നു. അവിടെ നിന്നും കണ്ണൂർ റേഞ്ച് DIG ആയി പുതിയ സ്ഥലമാറ്റം എത്തുന്നു. ഒപ്പം സിറ്റി കമ്മീഷണർമാർക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കും സ്ഥലമാറ്റമുണ്ട്. AP ഷൗക്കത്ത് അലി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചിട്ടുണ്ട്. മെറിൻ ജോസഫിനെ കോഴിക്കോട് സിറ്റി കമ്മീഷണർ സ്ഥാനത്ത് നിന്നും കോഴിക്കോട് റൂറൽ ജില്ലാ SP മേധാവിയായാണ് മാറ്റിയിട്ടുള്ളത്. KA സാബു മാത്യു ഇടുക്കി ജില്ലയിലെ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായി മാറ്റിയിട്ടുണ്ട്. ഡോക്ടർ A നസീം ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയായ പുതിയ ചുമതല A നസീമിനാണ് നൽകിയിട്ടുള്ളത്. TK വിഷ്ണുപ്രസാദ് കൊല്ലം റൂറൽ SP തസ്തികയിൽ നിന്നും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായി പുതിയതായി നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു മാറ്റം ജില്ലാ തലത്തിലും അതുപോലെ തന്നെ മുകളിലേക്ക് സംസ്ഥാന തലത്തിൽ വരുമ്പോൾ വലിയൊരു മാറ്റമാണ് പോലീസിനുള്ളിൽ വരുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് അനുസരിച്ചുള്ള ഒരു മാറ്റം അത് IAS IPS തലപ്പത്ത് സർക്കാർ വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ശരി, സംസ്ഥാനത്ത് എന്തായാലും IAS-ന് പിന്നാലെ IPS-ലും വലിയ ഒരു സമഗ്രമായ അഴിച്ചുപണിയാണ് ഉണ്ടായിരിക്കുന്നത്. രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് പലയിടത്തും. പി വിജയനെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി നിയമിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സസ്പെൻഷനൊക്കെ നേരിട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന H വെങ്കടേഷിനെ ക്രൈംബ്രാഞ്ച് മേധാവിയാക്കിയിട്ടുണ്ട്. പോലീസ് ആസ്ഥാന ADGP ആയിരുന്ന S ശ്രീജിത്തിനാണ് S ശ്രീജിത്തായിരിക്കും ഇനി ജയിൽ മേധാവി. പുതിയ ജയിൽ ADGP ആയിരുന്ന ബൽറാം കുമാർ ഉപാധ്യായ ബറ്റാലിയൻ ADGP-യിലേക്ക് വരും. പുതിയ ഇന്റലിജൻസ് മേധാവിയായി ദിനേന്ദ്ര കശ്യപിനെയും എറണാകുളം റേഞ്ച് DIG ആയി യതീഷ് ചന്ദ്രയെയും നിയമിച്ചിട്ടുണ്ട്. എന്തായാലും IAS-നേക്കാൾ കൂടുതൽ സമഗ്രമായൊരു മാറ്റം പോലീസ് തലപ്പത്ത് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ.